ഈ അഭിഷേകും ആശയും തമ്മിലുള്ള റിലേഷൻ ഞാൻ അറിഞ്ഞതും ആശ എന്നെ വീട്ടിൽ കയറി വന്ന് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ആശ എന്നെ ഉപദ്രവിച്ചതാണ്. പെട്ടെന്ന് ഈ സ്ത്രീയെ കണ്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അതിൽ നിന്നപ്പോ ഏട്ടന്റെ അമ്മയാ വന്നിട്ട് വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിൽ പ്രവർത്തിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. ഇയാൾ മദ്യപാനിയൊക്കെയാണ്. അവരുടെ കാലിൽ ചെന്ന് പിടിച്ചാൽ ഞങ്ങൾ ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കുന്നത്, എനിക്കൊരു കുഞ്ഞുള്ള എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം, എന്റെ കുടുംബം നശിപ്പിക്കുന്നു. പക്ഷെ തട്ടിത്തൂത്തി അറിഞ്ഞ് അവരെന്നെ പരിഹസിക്കുകയുണ്ടായത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് വനിതാ എസ് ഐ മർദ്ദിച്ചതായി ഒരു എസ് ഐയുടെ ഭാര്യ പരാതിയുമായി രംഗത്ത് വന്നത്. യുവതിയുടെ പരാതിയിൽ വനിതാ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐക്കെതിരെയാണ് പരവൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഈ എസ് ഐയുടെ ഭാര്യ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ആദ്യമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം ഇപ്പോൾ ഈ ആശയുമായും അഭിഷേകും അതായത് അഭിഷേകിന്റെ ഭർത്താവാണ് വർക്കല സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹവും ആശയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനിയും എന്നെ എന്തെങ്കിലും ചെയ്യും, എന്റെ അച്ഛനെയും അനിയത്തെയും കള്ളക്കേസിൽ കുടുക്കി എന്റെ ജീവിതം അത് നശിപ്പിക്കും എന്നുള്ള അവസ്ഥ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഞാൻ പോലീസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, 6 വയസ്സുണ്ട്. അതിന്റെ ജീവനെങ്കിലും എനിക്ക് സേഫ് ആക്കണം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. ഈ അഭിഷേകും ആശയും തമ്മിലുള്ള റിലേഷൻ ഞാൻ അറിഞ്ഞതും ആശ എന്നെ വീട്ടിൽ കയറി വന്ന് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ആശ എന്നെ ഉപദ്രവിച്ചതാണ്. കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ അത് കണ്ട് നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കൂടാതെ ആശയുടെ റിലേഷൻ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം കൂടുതൽ സ്ത്രീധനം അവർക്ക് വേണ്ടിയിരുന്നത്. 100 പവനും കാറും 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിരുന്നെങ്കിലും ഇപ്പോഴത്തെ വീടും എന്റെ അച്ഛൻ തന്നെ വാങ്ങിക്കൊടുത്തത്. പക്ഷെ ഇപ്പോ പറയുന്നത് എന്നേക്കാൾ നല്ല ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നെന്നും ജോലിയുള്ള വലിയ വീട്ടിൽ നിന്ന് ഇനി ഒരു പെണ്ണിനെ SI ആയ മകനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ മാനസികവും ശാരീരികമായിട്ട് അനിയനും അമ്മയും ഏറ്റവും ചേർന്ന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആശ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ വരികയാണുണ്ടായത്. ആശ അഭിഷേകുമായിട്ട് വീട്ടിൽ വന്ന് പെട്ടെന്ന് ഈ സ്ത്രീയെ കണ്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അതിൽ നിന്നപ്പോ ഏട്ടന്റെ അമ്മയാ വന്നിട്ട് വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അകത്ത് കൊണ്ടുപോയി വീട്ടിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ എന്റെ ബെഡ്റൂമിലായിരുന്നു. അവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചാൽ ഞങ്ങൾ ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കുന്നത്, എനിക്കൊരു കുഞ്ഞുള്ള എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം, എന്റെ കുടുംബം നശിപ്പിക്കുന്നു. പക്ഷെ തട്ടിത്തൂത്തി അറിഞ്ഞ് അവരെന്നെ പരിഹസിക്കുകയുണ്ടായത്. എന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ പോയപ്പോഴത്തേനും എന്നെ തടഞ്ഞു നിർത്തുകയുണ്ടായി. എന്നെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ എന്നെ തടഞ്ഞു നിർത്തി ഭിത്തിയിൽ ചേർത്ത് നിർത്തി എന്റെ കഴുത്തിന് കുത്തി പിടിക്കുകയുണ്ടായി. എന്നിട്ട് എന്നെ കവിളത്ത് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊന്നു കളയും, നീ കൊന്ന് കെട്ടിത്തൂക്കി ഇത് ആത്മഹത്യയാക്കി കളയും, നീ ഇത് ആരെടുത്താ പറയുന്നത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒന്നും നീ പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ കള്ള കേസ് കൊടുക്കും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്വാധീനം ഉപയോഗിച്ച് എല്ലാത്തിനെയും അകത്താക്കി കളയും. എന്റെ ഭർത്താവ് ജയിലിലാവാൻ സാധ്യതയുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകിനെ വേണം ഭർത്താവായിട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഒക്കെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയുണ്ടായി. എനിക്ക് ആരും അവിടെ ഒരു സപ്പോർട്ടില്ല, ഉപദ്രവിക്കുകയുണ്ടായി. സ്ത്രീധനം വേണമെന്ന് പറയുന്നത് അമ്മയും അനിയനും കൂടിയാണ് പറയുന്നത്. അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവര് റിട്ടയർഡ് ആയപ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്ക് 75 ലക്ഷം രൂപ കിട്ടിയെന്ന് അവർ തന്നെ പറയുന്നത്. ആ 75 ലക്ഷം രൂപയ്ക്കകത്ത് നിന്ന് 50 ലക്ഷം രൂപ കൂടെ മേടിച്ചുകൊണ്ട് വന്ന SIയുടെ ഭാര്യയായിട്ട് എനിക്ക് ആ വീട്ടിൽ, അഭിഷേകിന്റെ ഭാര്യയായിട്ട് നിനക്ക് അവിടെ ജീവിക്കാം, അത് മേടിച്ചിട്ട് വന്നിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാകുമ്പോൾ ലാസ്റ്റ് വഴക്കുണ്ടായതിൻ്റെ എന്റെ താലിമാല വലിച്ച് പൊട്ടിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇത് എന്റെ മുന്നിൽ വെച്ചാണ് ആശയെ വിളിച്ച് പറയുന്നത്, ഞാൻ അവളുടെ താലിമാല വലിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവളായിട്ട് ബന്ധമില്ല, ഇനി നമുക്ക് ജീവിക്കാം, എന്നെ ഒഴിവാക്കുക, എന്നെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കുക, അതിനുശേഷം അവർക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇതായിരുന്നു അവരുടെ ഇന്റൻഷൻ. ഈ 5 വർഷം സഹിച്ചു, എപ്പോഴാണ് പിന്നെ അവസാനം അച്ഛനോട് പറയാം അല്ലെങ്കിൽ നിയമ നടപടികളായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു? അച്ഛനെ അടുത്ത് പറയാനുണ്ടായ സംഭവം ഈ ലാസ്റ്റ് ഒക്ടോബറിൽ ഇതുപോലെ വീട്ടിൽ വന്നു. സാധാരണ വീട്ടിൽ വന്ന് വഴക്കും കാര്യങ്ങളും, പക്ഷെ അന്ന് അച്ഛനുണ്ടായിരുന്നു. അന്ന് വീട്ടിൽ വന്നപ്പോൾ മോനെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം, ഒരു പെങ്കൊച്ചല്ലേ നിനക്കുള്ളത്, നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇരിക്കാൻ കൂടി തയ്യാറാക്കിയില്ല. പെട്ടെന്ന് അച്ഛനും ഒരു മൈൻഡേ ഇല്ലാതെ അച്ഛനെ ഇറങ്ങി അങ്ങ് പോകുമായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ അടുത്തൊന്നും മോളെ എങ്ങനെയായാലും പോട്ടെ, സാരമില്ല, നമുക്ക് സഹിക്കാം, അമ്മയും എല്ലാ കുടുംബത്തും ഉള്ളതായിരിക്കും, നമുക്ക് സഹിക്കാം മോളെ എന്നും പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടാൻ ശ്രമിച്ചു, നിർബന്ധിച്ച്. അച്ഛൻ കരഞ്ഞു പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ആശയുടെ വിഷയം അച്ഛൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല.
ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നീതി കിട്ടത്തില്ല, രണ്ടുപേരും പോലീസുകാരാണ്, നമ്മൾ എവിടെ പോയി പറഞ്ഞാലും നമ്മളെ കൂടെ ആരും കാണത്തില്ല. അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കമ്മീഷണറെ കാണാനായിട്ട് പോയത്. അവിടെ നിന്ന് എനിക്ക് മാഡം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായിരുന്നു. പിന്നീട് പരവൂരിൽ എത്തി ഇന്നലെ മൊഴിയെടുത്തപ്പോഴും വീണ്ടും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഇട്ടിരിക്കുന്ന FIRലും സെക്ഷൻസിലും. മാഡത്തിനെ തന്നെ എനിക്ക് വേറെ ആരുമില്ല. മാഡത്തിനും പോയി കണ്ട് മാഡത്തിന്റെ അടുത്ത് എന്റെ അവസ്ഥ ഇനിയും ഞാൻ പറയും. ഞാൻ ഭയപ്പെട്ടതെടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. എന്റെ അച്ഛനെ അനിയത്തെ എന്തും ചെയ്യുന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ എത്തുന്നത്. യുവതിയുടെ ഭർത്താവായ SIക്കെതിരെയും ഭർത്തൃ വീട്ടുകാർക്കെതിരെയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയുമാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവായ വർക്കല SI അഭിഷേകിനും സ്പെഷ്യൽ ബ്രാഞ്ച് SI ആശയ്ക്കും എതിരെയാണ് പരവൂർ സ്വദേശിയായ യുവതി പരാതി നൽകിയത്. ഭർത്താവുമായി താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് വനിതാ SI മർദ്ദിച്ചു എന്നാണ് യുവതി പറയുന്നത്. വനിതാ SI വീട്ടിൽ വരുന്നതിനെ എതിർത്തായിരുന്നു പ്രകോപനത്തിന് കാരണമായത് എന്നും പരാതിക്കാരി പറഞ്ഞു. തൻ്റെ വീട്ടിൽ കയറി മർദ്ദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഭർത്താവും അത് നോക്കി നിന്നുവെന്നും യുവതി ആരോപിച്ചു. യുവതിയുടെ പരാതിയിൽ വനിതാ SIക്കെതിരെ പരവൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നും യുവതി പറയുന്നു. ഇവർക്കെതിരെയും കേസെടുത്തു. തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും അച്ഛനെയും അനിയത്തിയെയും കള്ളക്കേസിൽ കുടുക്കി തൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നും ബോധ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തത് എന്ന് യുവതി പറഞ്ഞു. 100 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും കാറും കൊടുത്തു. ഇപ്പോഴത്തെ വീടും തൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് തന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു എന്നാണ്. ജോലിയുള്ള പെണ്ണിനെ വലിയ വീട്ടിൽ നിന്ന് SI ആയ മകന് കിട്ടുമെന്ന് പറഞ്ഞ് മാതാപിതാക്കളും ഭർത്താവും ഉപദ്രവിക്കുകയാണ് എന്നും യുവതി പറയുന്നു. DGPക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പരാതിയിൽ കഴമ്പില്ല എന്നും വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും യുവതിയുടെ ഭർത്താവും വനിതാ SIയും പറയുന്നു. പരാതിക്കാരിയായ യുവതിയുടെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്. കല്യാണം സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് 2017. 2010 അവർക്ക് 13 വയസ്സുള്ളപ്പോഴേ അയാളോട്ട് പരിചയമുണ്ട്, ഇഷ്ടമായിരുന്നു. 2017 അവളുടെ ഇഷ്ടം പ്രമാണിച്ച് നമ്മൾ കല്യാണം കഴിച്ചു. ഇത് പിന്നെ പയ്യനെ കല്യാണം കഴിച്ചു. ജോലി പിന്നെ സമയം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. സഹോദരനും അതുപോലെ തന്നെ പിന്നെ അച്ഛനും അമ്മയുമാണ് ഉള്ളത്. അവൻ കൂടാതെ അപ്പൊ അവർക്ക് താമസിക്കാൻ വീടുകളൊന്നും സുരക്ഷിതമായ വീടുകളോ അടച്ചുറപ്പുള്ള വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് വാടക വീടെടുത്ത വീട്ടിലാണ് മോൻ കല്യാണം കഴിച്ചു വിട്ടത്. അപ്പൊ എനിക്ക് അവളുടെ അച്ഛൻ നിലയിൽ എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്, എന്റെ ഭാര്യയ്ക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ട്. അതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. 2 മോളാണ്, 2 പേരും ഇപ്പോഴും LLBക്ക് പഠിക്കുന്നു. അപ്പൊ അവര് പിന്നെ അതിനുശേഷം അവര് വാടക വീട്ടിലാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. വാടക വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് അടച്ചുറപ്പുള്ള വീടില്ലാത്തത് വാടക വീടെടുത്ത് അതിനകത്ത് നമ്മളിവിടെ എടുത്ത് സഹകരിച്ച് കൊടുത്താണ് കല്യാണം നടത്തുന്നത്. അതിന് അത്രയാണ് അയാൾ ഈ കല്യാണ സമയത്ത് അയാൾ പോലീസ് കോൺസ്റ്റബിൾ ആണ്. കോൺസ്റ്റബിളിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്യുന്നു. അതിനുശേഷം താമസിക്കാൻ വാടക വീട്ടിൽ നിന്ന് താമസിക്കാൻ ഒരു വീട് വേണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ 100 പവനിൽ ഞങ്ങളുടെ ചോദിക്കാതെ അനുവാദം ഇല്ലാതെ 25 പവന്റെ സ്വർണ്ണം അവർ വിറ്റു. വിറ്റപ്പോ തന്നെ തന്ത്രപരം 100 പവൻ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പം തന്ത്രപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് 25 പവന്റെ സ്വർണം അവർ വിറ്റപ്പോ ഞങ്ങൾ വാങ്ങി എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അത് വിറ്റ് 10-16 ലക്ഷം രൂപയും കൂടെ ഇട്ട് പരവൂർ പുത്തൻകുളത്തൊരു വീട് താമസിക്കാൻ സൗകര്യപ്രദമായിട്ട് കൊടുത്തു. ഈ വീട് കൊടുക്കുന്ന സമയത്ത് വാടക വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ SI സെലക്ഷന്റെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കപ്പയില് ട്രെയിനിങ്ങിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ട്രെയിനിങ് നടക്കുമ്പോഴാണ് ഈ ആശ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ജെൻഡർ ന്യൂട്രൽ ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ ജെൻഡർ ന്യൂട്രൽ ട്രെയിനിങ് എന്ന നിലയിൽ അവിടെ പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരിച്ച് വാടക പറഞ്ഞ വീട് മേടിച്ചെടുത്ത് വന്ന് താമസിച്ച് പുതിയ വീട്ടിൽ താമസിച്ച് വരികയാണ്. ഇയാൾക്ക് ജൂനിയർ SI ആയിട്ട് വട്ടിയൂർക്കാവില് കിട്ടുന്നത്. വട്ടിയൂർക്കാവില് കിട്ടുമ്പം പിന്നെ അവിടെ താമസിച്ച് വരുമ്പോ അവിടെ വാടക വീടെടുത്ത് ഈ അച്ഛനെയും അമ്മയും അനിയനെയും മോളെയും എന്റെ മോളെയും ഒരു കൊച്ചുമോളുണ്ട്, അതിപ്പം 6 വയസ്സായി. അയാളെ കൂട്ടി അവിടെ വാടകയ്ക്ക് പോയി താമസിക്കുന്നത്. താമസിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കുറെ ദിവസം താമസിക്കുമ്പോൾ മേടിച്ച വീട്ടിൽ നിന്ന് ആ വീട്ടിൽ വാടക വീട്ടിൽ കൊണ്ടുപോയി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ വാടക വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു കൊണ്ടാക്കിയതിനു ശേഷം
പിന്നെ ഈ അഭിഷേകം മോളുമായിട്ട് വലിയ കോണ്ടാക്ടും ബന്ധമൊന്നും ഇല്ലെന്ന് തോന്നി. അങ്ങനെ അയാൾ തിരക്കി ചെല്ലുമ്പോൾ ഈ ആശ അവിടെ ഉണ്ട്, താമസിച്ചു വരുന്ന രീതിയിൽ അവിടെ ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കി. അവർ ആദ്യം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നെ അത് എന്റെ അച്ഛൻ നിലയോ അമ്മയും നിലയോ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഒളിച്ചു വെച്ച്. പിന്നെ അത് സംഘർഷം വർദ്ധിച്ചു. ഈ ആശയം വെച്ചുകൊണ്ട് അഭിഷേക് ആ വീട്ടിൽ തന്നെ വന്നു ഒരു കാറിൽ വേറെ 1-2 പേരുണ്ടായിരുന്നു. അവരാരും വീട്ടിൽ കയറിയില്ല. അപ്പൊ അവിടെ വെച്ച് പിന്നെ എന്തോ മോശപ്പെട്ട രീതിയിൽ ആശ വീണ്ടും ഇയാളെടുത്ത് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണുകയൊക്കെ പ്രവർത്തിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാണുകയൊക്കെ ചെയ്ത് റൂമിൽ വെച്ച് അങ്ങനെ വീണ്ടും വഴക്കായി. ആശ ഇയാളെ കടുത്ത നിലയിൽ കഴുത്തി പിടിച്ച് കുത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിൽ പ്രവർത്തിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. ഇയാൾ മദ്യപാനിയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് സാറേ. ഞങ്ങൾ കമ്മീഷണർക്ക് പരാതി കൊടുത്തതിന് ശേഷം മൊഴിയെടുത്തു. ആ പരവ് സ്റ്റേഷനിൽ വന്ന് നമ്മൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ വേണ്ടത്ര കേസുകളൊന്നും സെക്ഷനുകളൊന്നും ഇട്ടില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് കമ്മീഷണർക്ക് വീണ്ടും നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അപേക്ഷിച്ചപ്പം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു സാർ. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് പിന്നെ ഈ മകളെ മർദ്ദിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം മർദ്ദിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ അനിയനും മർദ്ദിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട് സാർ. എന്തായാലും SIയുടെ അതിരുകടന്ന സൗഹൃദമാണ് ഇത്തരത്തിൽ കേരള പോലീസിന് തന്നെ നാണക്കേടാക്കുന്ന വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. യുവതി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കഴിഞ്ഞു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.